ഗൗരിശങ്കരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗരീനെ അന്വേഷിച്ച് ആകെ ചമ്മി നാണം കെട്ടിരിക്കുന്ന മഹാദേവനും അതുപോലെ തന്നെ ശേഖറും ഈ നാട് മുഴുവൻ അവൾ അന്വേഷിച്ചായിരുന്നു. ഒരിക്കലും ഇവളെ കാണുന്നില്ലല്ലോ, ഇവളെ എങ്ങോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനും അമ്മയും അതുപോലെ തന്നെ മോനും. ആ സമയത്ത് പറയുന്നുണ്ട്, ചിലപ്പോൾ രാധാമണി പറയുന്നുണ്ട്, നമ്മളുടെ പേരിൽ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുക്കുന്നത് ഗൗരി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു പക്ഷേ അവൾ കേസ് കൊടുക്കാനെങ്ങാനും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും അവൾ പരാതിയുമായി ചെന്നിട്ടില്ല. അങ്ങനെ അവൾ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു പോലീസുകാരൻ നമ്മളെ വിളിച്ചറിയിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നൂർക്കപ്പുറത്ത് പെട്ടെന്ന് നമ്മുടെ ആദർശ് കയറി വരുന്നത്. ആദർശിനെ കാണുമ്പോൾ നമ്മുടെ രാധാമണി ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് മഹാദേവനോട്, നോക്കുമെന്ന് പറഞ്ഞിട്ട്. നീ എന്നിട്ട് കണ്ണുകൊണ്ട് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹാദേവനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ആദർശിനെ കാണുമ്പോൾ 3 പേരെ മുഖം വല്ലാതെ വിളറി വിളിക്കുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എറണാകുളം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ 1 മണിക്കൂറത്തെ യാത്രയിലുള്ളൂ, വന്ന് ഗൗരിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ രാധാമണി തങ്കച്ചി പറയുന്നുണ്ട്, ഇടയ്ക്ക് 2 ദിവസമല്ലായിട്ടുള്ളൂ മോൻ പെങ്ങളെ വന്ന് കണ്ടുപോയത്, ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാൻ ഞങ്ങളിവിടെ ജയിലിലൊന്നും ഇട്ടേക്കല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഹാദേവൻ പറയുന്നുണ്ട്, ഇവളെ വർത്താനൊന്നും കേൾക്കണ്ട കേട്ടോ, മരുമോനെ എപ്പോൾ വേണമെങ്കിലും വന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. വന്ന നിലയ്ക്ക് വേണിമോളെയും കൂട്ടായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്നുള്ള വരവല്ലേ അച്ഛാ എന്ന് പറയുന്നു. എന്നാൽ മോൻ രാധാമണിയോട് ചായ എടുക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് അത് കഴിയുമ്പോൾ മോൻ ഗൗരി എന്തേലും ചോദിക്കുമ്പോൾ ഗൗരി ഇവിടെ ഇല്ല, ഗൗരി ശങ്കറും കൂടെ എവിടേക്കോ പോയേക്കണെന്നൊക്കെ പറയുന്നുണ്ട്. എവിടേക്കാണ് അവർ പോയെന്ന് വെച്ചപ്പോൾ എവിടേക്കെന്നൊന്നും പറഞ്ഞില്ല, കറങ്ങാൻ പോയതാണ്, വൈകുന്നേരം ആവും വരുമ്പോൾ, അത്ര നേരം മരുമോനോട് ഇരിക്കാൻ പറ്റുമോ, അതുകൊണ്ട് മരുമോൻ പൊക്കോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മഹാദേവൻ. ആ സമയത്ത് രാധാമണി ചായ എടുക്കാൻ പോകുന്ന സമയത്ത് വേണി വിളിക്കുന്നുണ്ട്. വേണിയോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഇവിടെ ഗൗരി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗൗരിയും ശങ്കറും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേണിക്ക് അപകടം നടക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മുടെ മഹാദേവനെ രഹസ്യമായി വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ശേഖർ പറയുന്നുണ്ട്, ഇനി ഇവനെ ഇവിടെ നിന്ന് പുറത്തിറക്കരുത്, ഇവനെന്തെല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെങ്കിൽ ഇനി ഇവനെ ഈ ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല, നമ്മൾക്ക് ഇവനിവിടെ പൂട്ടിയിടണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛനും മോനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണി പറയുന്നുണ്ട്, ശങ്കറും ഗൗരിയും അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടാവണം, ഞാനാണ് പറയുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നൊക്കെ നമ്മുടെ വേണി പറയുന്നുണ്ട് ആദർശിനോട്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറയുന്നു. എന്തുവാ നീ പറയുന്നത്, ഞാൻ ഇവരോട് എന്ത് പറഞ്ഞു പോകുന്നു വെച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണം, ഒന്നുമില്ലാണ്ട് ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറയുന്നുണ്ട്. അവരോട് യാത്ര പോലും പറയരുതെന്ന് പറയുന്നു. പിന്നെ എന്തായാലും ആദർശം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. ഗൗരിയുണ്ട്, അതുപോലെ തന്നെ ജോജുവും അജിത്തും കാറിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്ക് വരുന്നുണ്ട്. അത് ശേഖരേട്ടൻ്റെ ടീംസ് എന്ന് പറയുമ്പോൾ അവരവിടെ നിന്ന് വേഗം മാറുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് രാവിലെ കണ്ട സ്ഥലത്ത് തന്നെ എത്തുന്നുണ്ട്. ഇത് നമ്മൾ വന്ന വഴിയല്ലേ, രാവിലെ വന്നതല്ലേ എന്ന് വെച്ചപ്പോൾ ശരിയാണല്ലോ, കഷ്ടം, നമ്മൾ വീണ്ടും ഇവിടെ തന്നെ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ ആകെ വിഷമിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മൾ എത്തിയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്നത് യാദൃശ്ചികമല്ല, നമ്മളിവിടെ എത്തിച്ചതാവും വടക്കുന്നാഥനാണ് എന്നെയും ശങ്കറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചത്, അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും ജോജു, നമുക്കിവിടെ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഗൗരി അടുത്ത് പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് തോന്നി അവർ 3 പേരും കൂടെ ഇറങ്ങി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ശങ്കറിൻ്റെ രുദ്രാക്ഷമാല കിട്ടുന്നത്. ആ രുദ്രാക്ഷമാല ഗൗരി എടുത്തിട്ട് പറയുന്നത്, ഇത് ശങ്കറിൻ്റെ മാലയാണല്ലോ, നിങ്ങൾ നോക്കിയേ, ഇത് ശങ്കറിൻ്റെ മാലയിലെന്ന് വെച്ചപ്പോൾ അതേ അജിത്ത് പറയുന്നുണ്ട്, അതെ ഞാനും ഭായിയും കൂടെ പോയി മേടിച്ചതാണ്, എന്തായാലും ഇത് ശങ്കർ ഭായിയുടെ മാല തന്നെയാണ് എടുത്തിയമ്മേന്ന് പറയുന്നു. ആ സമയത്ത് രാവിലെ കണ്ട കാര്യം അങ്ങനെ ആലോചിക്കുന്ന ഒരു പ്രാന്തൻ അവിടെ കുടിച്ച് കിടക്കുന്നുണ്ട്, പിള്ളേരെ അവർ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരെ നോക്കാണ്ട് തിരിച്ചു പോകുന്നല്ലോ, അപ്പോൾ അത് സത്യത്തിൽ അത് ശങ്കറായിരുന്നു എന്ന് ആലോചിച്ച് ഗൗരി ആകെ വിഷമിക്കുന്നുണ്ട്. പിന്നെ നേരെ പോകുന്നുണ്ട്. രാത്രി ഒരുപാടായി. ആ നേരത്ത് ശരിക്കും ശങ്കർ നിൽക്കുന്നത് ഗൗരി കാണുന്നുണ്ട്. ഗൗരി അവിടെ നിന്ന് ശങ്കറിനെ ഉറക്കനെ വിളിക്കുന്നുണ്ട്. പക്ഷെ ശങ്കർ ഗൗരിയുടെ ഒച്ച കേട്ടോടുകൂടി വീണ്ടും ഫ്രണ്ടിലേക്ക് തന്നെ പോവുകയാണ്. ആ സമയത്ത് ഗൗരിനെ പെട്ടെന്ന് പാമ്പ് കൊത്തുന്നുണ്ട്. അങ്ങനെ തന്നെ ഗൗരി അയ്യോ പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 2 കൊത്ത് ശരിക്കും കാൽമുണ്ട്. അങ്ങനെ ഗൗരി താഴ്ത്ത് വീഴുമ്പോൾ ഒരുപാട് ഗൗരി അതിന് മുന്നേ ശങ്കറിനെ വിളിക്കുമെങ്കിലും ശങ്കർ തിരിഞ്ഞ് ഓടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഗൗരി അവിടെ താഴെ വീഴുമ്പോൾ അജിത്ത് വിളിച്ച് പറയുന്നുണ്ട്, ശങ്കർ ഭായി ഏട്ടത്തിയമ്മനെ പാമ്പ് കൊത്തിയെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ശങ്കർ ഓടി വരുന്നുണ്ട്. ശങ്കർ ഓടി വന്ന് ശങ്കർ എന്തോ അപകടം ശങ്കറിന് പറ്റിയിട്ടുണ്ട്, എന്തെങ്കിലും വിഷം കഴിക്കുക, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക, എന്തായാലും സംസാരശേഷിയൊന്നും ഇല്ല ശങ്കറിന്. ശങ്കർ ആക്ഷനിലൂടെ തുണി തരാൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തുണി കഷ്ണം ജോജു കൊടുക്കുമ്പോൾ അത് കാലും ഇങ്ങനെ വരിഞ്ഞ് കെട്ടുന്നുണ്ട്. പിന്നീട് ആ രക്തം നമ്മുടെ ശങ്കർ വലിച്ച് തുപ്പുന്നുണ്ട്. ഒരുപാട് കാണിക്കുമ്പോൾ നമ്മുടെ ഗൗരി പറയുന്നുണ്ട്, മതി, ഇങ്ങനെയൊന്നും ചെയ്യണ്ട, എനിക്ക് അതിനുള്ള വയ്യായൊന്നുമില്ല, സാധാരണ പാമ്പാവും, നമുക്ക് വീട്ടിൽ പോകാം ശങ്കർ,
ശങ്കറിനെ 7 ജന്മവും ഞാൻ തന്നെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് ശങ്കർ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, എന്നെ ഇട്ടിട്ട് പോയി, എന്നോടൊരു വാക്ക് പോലും പറയാണ്ട് പോയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അജിത്തും ജോജുവും പറയുന്നുണ്ട്, ഇത്രമാത്രം ശങ്കർ ഭായിനെ സ്നേഹിക്കുന്ന ഏട്ടത്തിയമ്മനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ ശങ്കർ ഭായി, നമുക്ക് പോകാം. ശങ്കർ ഭായി ഇല്ലാണ്ട് ഗൗരി ഏട്ടത്തിയമ്മയ്ക്ക് പൂർണ്ണത ഉണ്ടാവില്ല. ഗൗരി ഏട്ടത്തിയമ്മ ശങ്കർ ഭായിക്ക് നമ്മുടെ വടക്കുന്നാഥൻ തന്ന ഗിഫ്റ്റാണ്, അത് മറക്കരുത്, ബാ ശങ്കർ ഭായി എന്ന് പറഞ്ഞ് 2 പേരും മാറി മാറി വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഗൗരി പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നുണ്ട്, ശങ്കർ ഇവിടുന്ന് പോകുന്നില്ലെങ്കിൽ ഞാനും ഇവിടെ തന്നെ ഇരുന്ന് മരിക്കും, ഞാനും പുറത്തേക്ക് പോകില്ല, ശങ്കർ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഇല്ല എന്നും പറഞ്ഞ് ഗൗരി നമ്മുടെ ശങ്കറിനെ കെട്ടിപ്പിടിച്ച് കരയുന്നൊരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.